Hi, hello, my dear students. We are starting our moving forward from Stone Age chapter, History, Social Science 1 ആണ്. അപ്പം 9th ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 3 ക്ലാസ്സാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. പാർട്ട് 1 ക്ലാസ്സും പാർട്ട് 2 ക്ലാസ്സും നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ ഓൾറെഡി ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പോയി കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ ഈ പാർട്ട് 3 ക്ലാസ്സിലേക്ക് വരിക. പാർട്ട് 3 ക്ലാസ് നമുക്ക് മെറ്റൽ ഏജാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്റ്റോൺ ഏജ് 3 സ്റ്റേജസ് ആണ് സ്റ്റോൺ ഏജിനുള്ളത്, അല്ലേ? പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. ഇപ്പോൾ നിയോലിത്തിക് ഏജിൻ്റെ ലാസ്റ്റ് നമ്മൾ എന്താണ് പഠിച്ചത്? കമ്പാരിസൺ. വി കമ്പയർ the 3 stages: Paleolithic, Mesolithic and Neolithic. ഈ പാലിയോലിത്തിക്കും മെസോലിത്തിക്കും നിയോലിത്തിക്കും കമ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒന്നുകിൽ പാലിയോലിത്തിക്കും മെസോലിത്തിക്കൂടി കമ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പാലിയോലിത്തിക്കും നിയോലിത്തിക്കൂടി കമ്പയർ ചെയ്യാൻ പറയും. അപ്പോൾ ഈ കമ്പാരിസൺ നടത്തുമ്പോൾ നിങ്ങൾ ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് ഓർക്കേണ്ടത്? അതിൻ്റെ ഹിൻ്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് അവരുടെ ടൂൾ. ഒന്നാമത് നമ്മൾ അതാണ് എഴുതേണ്ടത്. ഒന്നാമത് ടൂൾ എഴുതണം. ഇപ്പോൾ പാലിയോലിത്തിക് ഏജിലെയും നിയോലിത്തിക് ഏജിലെയും ടൂൾസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എഴുതുക. രണ്ടാമത് അവരുടെ ഓക്യുപ്പേഷനെ പറ്റി എഴുതേണ്ടത്. ഓക്യുപ്പേഷൻ എന്തായിരുന്നു, ഇപ്പോൾ ഏത് സ്റ്റേജാണോ അതിൻ്റെ ഓക്യുപ്പേഷൻ എന്താണെന്ന് എഴുതണം. മൂന്നാമത് അവരുടെ ടെക്നോളജി, അവരേതൊക്കെ കാര്യങ്ങൾ അറിയായിരുന്നു. അപ്പോൾ അവരുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നതാണ് ഈ ഓക്യുപ്പേഷൻ. പിന്നെ അവരുടെ ടെക്നോളജി, അവർക്ക് എന്താണ്. ഇപ്പം നിയോലിത്തിക് ഏജ് ആണെങ്കിൽ നമുക്ക് 2 എണ്ണം എഴുതാം. ഒന്ന് അഗ്രികൾച്ചർ, 2 സെറ്റിൽഡ് ലൈഫ്, 3 എണ്ണം എഴുതാം. സെറ്റിൽഡ് ലൈഫ്, ദെൻ ദിസ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ പോയിൻറ്റ്സ് അനുസരിച്ച് വേണം നമ്മളതിൻ്റെ ആൻസർ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് മെറ്റൽ ഏജിലേക്ക് കയറാം. മെറ്റൽ ഏജ്, ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്. അപ്പോൾ മെറ്റൽ ഏജ് എന്ന് പേര് കൊടുക്കാൻ കാരണം എന്താണ്? ബിക്കോസ് ദ പീപ്പിൾ ബിഗാൻ ടു യൂസ് മെറ്റൽ. മെറ്റൽ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലത്തെയാണ് നമ്മൾ മെറ്റൽ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഏജ് എന്ന് പറയുമ്പോൾ ടീച്ചർ മുൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണോ അവർ ടൂൾസ് ആൻഡ് വെപ്പൺസ് മേക്ക് ചെയ്യുന്നത്, ആ മെറ്റീരിയലിൻ്റെ പേരനുസരിച്ചാണ് അതിന് പേര് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റോൺ ഏജ് എന്ന് കൊടുത്തത് എന്തുകൊണ്ടാണ്? സ്റ്റോൺ ആണ് അവരുടെ മെറ്റീരിയൽ. ആ സ്റ്റോൺ ഉപയോഗിച്ചുള്ള ടൂൾസ്, വെപ്പൺസ് ആയിരുന്നു ഹ്യൂമൻ ബീങ്സ് ഉപയോഗിക്കുക. മെറ്റൽ ഏജിലേക്ക് വരുമ്പോൾ അവർ എലോങ് വിത്ത് സ്റ്റോൺ ടൂൾസ് ദേ സ്റ്റാർട്ടഡ് യൂസിങ് മെറ്റൽ ടൂൾസ് ആൻഡ് വെപ്പൺസ്. സോ ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് വാസ് കോപ്പർ. കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ. വിച്ച് ആർ ദ സൈറ്റ്സ് വെയർ കോപ്പർ വാസ് ഫൗണ്ട്? കോപ്പർ അവർ കണ്ടുപിടിച്ച സൈറ്റുകൾ ഏതൊക്കെയാണ്? കാത്തൽ ഹൊയൂക്ക്, ദെൻ കെയാനു, it is in നോർത്ത് സിറിയ, ആൻഡ് ആലിഘോഷ്. ഈ ആലിഘോഷൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ആലിഘോഷ്, കാനു ആൻഡ് കാത്തൽ ഹൊയൂക്ക്, ദീസ് വെയർ ദ 3 സൈറ്റ്സ് വെയർ കോപ്പർ വാസ് ഫൗണ്ട്. അപ്പോൾ കോപ്പർ എന്ന് പറയുന്നതിൻ്റെ മലയാളം എന്താണ്? നമ്മൾ മലയാളത്തിൽ ചെമ്പെന്ന് പറയും, അല്ലേ? ചെമ്പ്. ഈ ചെമ്പ് ഉപയോഗിച്ച് അവർ ടൂൾസ്, വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ചു ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, ദെൻ വാട്ട് വെയർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പർ ടൂൾസ് ഓവർ സ്റ്റോൺ ടൂൾസ്? ഇപ്പോൾ ഓൾറെഡി അവർ സ്റ്റോൺ ടൂൾസ് ആയിരുന്നല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ദേ ഓൾറെഡി യൂസ്ഡ് സ്റ്റോൺ ടൂൾസ്. സോ വാട്ട് വാസ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ദിസ് കോപ്പർ ടൂൾസ് ഓവർ സ്റ്റോൺ ടൂൾ? സ്റ്റോൺ ടൂളിനേക്കാൾ കോപ്പർ ടൂളിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണുള്ളത്, എന്തൊക്കെ മേന്മകളാണുള്ളത്? ഫസ്റ്റ് പോയിൻറ്റ്, ക്യാൻ ബി ചേഞ്ച് ഇൻ ടു സ്യൂട്ടബിൾ ഷേപ്പ് ആൻഡ് ഫോം. ഇപ്പോൾ സ്റ്റോൺ ആണെങ്കിൽ നമുക്കറിയാം അത് പെട്ടെന്ന് തന്നെ ബ്രേക്കായി പോകാനും അത് പൊടിഞ്ഞു പോകാനുമുള്ള സാധ്യതയുണ്ട് അതിനെ നമ്മൾ ഒരു വെപ്പണിലേക്ക് മാറ്റുമ്പോൾ. എന്നാൽ കോപ്പറിന് ആ ഒരു പ്രശ്നമില്ല. വി ക്യാൻ ചേഞ്ച് കോപ്പർ ഇൻ ടു സ്യൂട്ടബിൾ ഷേപ്പ് ആൻഡ് ഫോം. കൃത്യമായ ഷേപ്പിലേക്ക്, രൂപത്തിലേക്ക് നമുക്ക് അതിനെ ആക്കാൻ പറ്റും. സെക്കൻഡ് ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി. ദീർഘകാലത്തേക്ക് നിൽക്കും. സ്റ്റോണൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ബ്രേക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കോപ്പർ അങ്ങനല്ല, ഡ്യൂറബിലിറ്റി കൂടുതലാണ്, ലോങ് ടൈം യൂസ്. ദെൻ ലൈറ്റ് വെയ്റ്റ്.
സ്റ്റോണിൻ്റെ അത്രയും വെയിറ്റ് വരുന്നില്ല കോപ്പറിന്. സോ ഇറ്റ് ഈസ് ലൈറ്റ് വെയിറ്റ്. ദീസ് ആർ ദ ക്വാളിറ്റീസ് ഓഫ് or the advantages of stone tools. This copper tools. Okay. Then prepare a short note on chalcolithic age. What are the characteristics or what are the features of chalcolithic age? Chalcolithic age means the age where people used copper tools and copper implements. കോപ്പർ ഇംപ്ലിമെൻറ്റ്സ്, കോപ്പർ ടൂൾസ് ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് ചാൽക്കോലത്തിക് ഏജ് എന്ന് പറയുക. ചാക്കോലത്തിക് ഏജ്, ദ പീരീഡ് വെൻ കോപ്പർ ടൂൾസ് വെയർ യൂസ്ഡ് അലോങ് വിത്ത് സ്റ്റോൺ ടൂൾസ്. അപ്പോൾ സ്റ്റോൺ ടൂൾസ് കംപ്ലീറ്റ്ലി മാറ്റി വെച്ചിട്ടില്ല, ദേ യൂസ്ഡ് സ്റ്റോൺ ടൂൾസ് ഓൾസോ. സോ പീപ്പിൾ ഇൻ ചാക്കോലത്തിക് ഏജ് പീപ്പിൾ യൂസ്ഡ് കോപ്പർ ടൂൾസ് അലോങ് വിത്ത് സ്റ്റോൺ ടൂൾസ്. It is believed that Chalcolithic age existed around 7000 BCE. What is BCE? Before Christ. അല്ലേ? ക്രൈസ്റ്റിനും മുമ്പ് നമുക്കറിയാം, ക്രൈസ്റ്റിൻ്റെ ജനനത്തോടു കൂടിയാണ് നമ്മൾ AD BC എന്നുള്ള ഡിഫറൻസ് ഉണ്ടാകുന്നത്. കാലഘട്ടങ്ങളെ നമ്മൾ ബിഫോർ ക്രൈസ്റ്റ് എന്നും ആഫ്റ്റർ ഡെത്ത് എന്നും ആഫ്റ്റർ ക്രൈസ്റ്റ് എന്നും രണ്ടായിട്ട് തിരിച്ചു. അതിൽ ബിഫോർ ക്രൈസ്റ്റ് ആണ് BCE. ഇപ്പോൾ ക്രൈസ്റ്റ് എന്ന് പറയുന്നില്ല, കോമൺ ഇറ എന്നാണ് പറയുക. ഓക്കെ, എന്നാലും നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാലും കുഴപ്പമില്ല, ബിഫോർ ക്രൈസ്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ചാക്കോലത്തിക് ഏജ് എക്സിസ്റ്റഡ് അറൌണ്ട് 7000 BCE. ഓക്കെ, ക്രിസ്തുവിനും 7000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കാലഘട്ടമാണ് ചാക്കോലത്തിക് ഏജ്. ഇൻ ഇന്ത്യ, റിമെയിൻസ് ഓഫ് ചാക്കോലത്തിക് ഏജ് വെയർ ഫൗണ്ട് ഇൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ഇന്ത്യയിലെ ചാക്കോലത്തിക് ഏജിൻ്റെ റിമെയിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലും ഈ കോപ്പർ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഈ കോപ്പർ കഴിഞ്ഞ് മനുഷ്യൻ കണ്ടുപിടിച്ച മെറ്റലാണ് ബ്രോൺസ്. ഹൗ വി ക്യാൻ മേക്ക് ബ്രോൺസ്? ബൈ മിക്സിങ് കോപ്പർ വിത്ത് ടിൻ. കോപ്പറിനെ ടിന്നിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അലോയിയാണ് ബ്രോൺസ്. നമ്മൾ മലയാളത്തിൽ ബ്രോൺസിന് എന്താ പറയുന്നത്? ബ്രോൺസിന് വെങ്കലം എന്ന് പറയും. വെങ്കലം നമ്മുടെ വീടുകളിലൊക്കെ ഇരിക്കുന്ന ഉരുളി അങ്ങനെയൊക്കെയുള്ള ഒരു ഗോൾഡൻ കളറിലിരിക്കുന്ന പാത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് ബ്രോൺസ്. നമ്മൾ നിലവിളക്കൊക്കെ ഉണ്ടാക്കുന്നതാണ് ബ്രോൺസ്. ഓക്കെ, അപ്പോൾ ഈ ബ്രോൺസ് ഉണ്ടാക്കുന്നത് കോപ്പറിൻ്റെ കൂടെ ടിന്നെന്ന് പറയുന്ന ഒരു മെറ്റലൂടി മിക്സ് ചെയ്തുണ്ടാക്കുന്ന അലോയിയാണ് ബ്രോൺസ്. അപ്പോൾ ഈ കോപ്പറിന് ചില ഡീമെറിറ്റ്സ് ഉണ്ട്. നമ്മൾ മെറിറ്റ്സ് ഒക്കെ കണ്ടു, അത് ഡ്യൂറബിലിറ്റി ഉണ്ട്, അത് ലൈറ്റ് വെയിറ്റ് ആണ്, അത് സ്പെഷ്യൽ ഷേപ്പിലേക്കൊക്കെ നമുക്ക് അതിനെ മോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ അതിൻ്റെ പോസിറ്റീവാണ്. ബട്ട് ഈ ദിസ് കോപ്പർ അത് ഒരു ടില്ലിങ് ദ സോയിൽ, കട്ടിങ് ദ ട്രീസ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരുമ്പോൾ കോപ്പറിന് അതിന് ചില പ്രശ്നങ്ങളുണ്ട്, ചില നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. അത് പെട്ടെന്ന് വളഞ്ഞു പോകാനും മടങ്ങിപ്പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അത്ര ഹാർഡല്ല. ഇറ്റ് ഈസ് ദ ഹാർഡ്നെസ് ഈസ് വെരി ലെസ് ഹാർഡ്. അപ്പോൾ അത് ചളുങ്ങിപ്പോകും അല്ലേ? അത്രയും വെപ്പൺസൊക്കെ പെട്ടെന്ന് ഉപയോഗശൂന്യമായിട്ട് പോകും. അപ്പം മനുഷ്യൻ വിചാരിച്ചു ഇതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. അങ്ങനെ കണ്ടുപിടിച്ച ഒന്നാണ് കോപ്പറിൻ്റെ കൂടെ ടിന്നൂടി ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ഒരു മെറ്റൽ അവർക്ക് കിട്ടി. അതാണ് ബ്രോൺസ്. സോ ബ്രോൺസ് ഉപയോഗിക്കുന്ന കാലമാണ് ബ്രോൺസ് ഏജ്. ഇൻ ബ്രോൺസ് ഏജ് പീപ്പിൾ widely used bronze tools and bronze weapons. The age between 6000 BCE to 3000 BCE. ക്രിസ്തുവിനും മുമ്പ് 7000 വർഷം പുറകിലായിരുന്നു നമ്മുടെ കോപ്പർ ഏജ്, എന്നാൽ ചാക്കോലത്തിക് ഏജ്. എന്നാൽ ബ്രോൺസ് ഒക്കെ വന്ന കാലം എന്ന് പറയുന്നത് വീണ്ടും 1000 കൊല്ലം കൂടി പുറകോട്ട് വന്നു, അല്ലേ? മുന്നോട്ട് വന്നു, പുറകോട്ടല്ല മുന്നോട്ട് വന്നു. അപ്പോൾ 6000 BC തൊട്ട് 3000 BC വരെയാണ് ബ്രോൺസിൻ്റെ കാലം. ഇതെന്തുകൊണ്ടായി മുന്നോട്ട് വന്നെന്ന് ടീച്ചർ പറഞ്ഞത്? ഇപ്പോൾ 7000 നിന്ന് പുറകോട്ടല്ലേ? നമ്മൾ മാത്തമാറ്റിക്കലി ചിന്തിക്കുമ്പോൾ 7000 നിന്ന് ബാക്കിലേക്കാണ് ഈ 6000 3000 എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ BC AD എന്ന് പറയുമ്പോൾ BC വർഷങ്ങൾ മുന്നോട്ട് പോകും തോറും കുറഞ്ഞു വന്ന്
സീറോയിൽ വന്നിട്ടാണ് എ ഡിയിലേക്ക് കയറുന്നത്. എ ഡി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ബി സി താഴോട്ട് വന്നാണ് സീറോയിലെത്തുക. അതുകൊണ്ട് 7000 എന്ന് പറഞ്ഞ വർഷത്തേക്കാൾ പുതിയ വർഷമാണ് 6000. അതിനേക്കാൾ പുതിയതാണ് 3000, 2000, 1000, 100, 0 കഴിഞ്ഞിട്ടാണ് AD 1 എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ 6000 BC തൊട്ട് 3000 BC വരെ കുറേ കൂടി മോഡേൺ ആയിട്ടുള്ള കാലമാണ് ബ്രോൺസ് ഏജ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്രോൺസ് ഏജ് urban life? Bronze Age civilizations or Bronze Age is termed as urban age. ഇതൊരു അർബൻ ഏജ് എന്നാണ് പറയുക. പീപ്പിൾ ലീഡ് എ അർബൻ ലൈഫ്. എന്താണ് ഈ അർബൻ എന്ന് പറഞ്ഞാൽ? ഒരു നഗര ജീവിതമൊക്കെ ഉണ്ടായിരുന്ന കാലമാണ് ബ്രോൺസ് ഏജ്. അപ്പം വെറും അഗ്രേറിയൻ വില്ലേജ് ലൈഫല്ല, കുറച്ചുകൂടി ഒരു അർബൻ ലൈഫുള്ള കാലമായിരുന്നു ബ്രോൺസ് ഏജ്. സോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ദ റീജിയൻ കംസ് ടു ബി ഡെൻസിലി പോപ്പുലേറ്റഡ്. അർബൻ ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ ഡെൻസിലി പോപ്പുലേറ്റഡ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഏൺ ദ ലൈവ്ലിഹുഡ് ത്രൂ നോൺ അഗ്രേറിയൻ ആക്ടിവിറ്റീസ്. കൃഷി അല്ലാത്ത മറ്റ് ട്രേഡ് അല്ലെ വീവിങ്, മറ്റ് ഓക്യുപ്പേഷൻസ് ആയിരുന്നു ആളുകൾക്ക് കൂടുതലും. കൃഷി അഗ്രേറിയൻ ആക്ടിവിറ്റീസ് ഉള്ള ആളുകൾ കുറവായിരുന്നു ഈ ബ്രോൺസ് ഏജിൽ. കൂടുതൽ ആളുകളും അതർ ഓക്യുപ്പേഷൻസ് ആയിരുന്നു സ്വീകരിച്ചിരുന്നത്. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഏൺ their livelihood through non-agrarian activities. They started new occupations like craft, trade, etc. ഓക്കെ, ക്രാഫ്റ്റ്, ട്രേഡ് ഒക്കെ പോലുള്ള മറ്റ് ഓക്യുപ്പേഷൻസ് ആയിരുന്നു ആളുകൾ കൂടുതലും ചെയ്യുക. ഇനി മറ്റ് ചില അഗ്രേറിയൻ ലൈഫിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വൈഡ് സ്ട്രീറ്റ്, പബ്ലിക് ബിൽഡിങ്സ്, ബെറ്റർ ഫെസിലിറ്റീസ്, ബിസി ലൈഫ്, ദെൻ എൻ്റർടൈൻമെൻറ്റ്. ഒരു അഗ്രേറിയൻ ഒരു അർബൻ ഏരിയയിൽ കാണുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിലും ബ്രോൺസ് ഏജിലും നമുക്ക് കാണാൻ പറ്റും. വൈഡ് സ്ട്രീറ്റ് അല്ലേ, വിശാലമായ സ്ട്രീറ്റുകളെ, പബ്ലിക് ബിൽഡിങ്സ്, ഗവൺമെൻറ് ബിൽഡിങ്സ്, ബെറ്റർ ഫെസിലിറ്റീസ്, എല്ലാ ഫെസിലിറ്റിയും അവിടെ കാണും. ഓക്കെ, ദെൻ പീപ്പിളിൻ്റെ ലൈഫ് എങ്ങനെയാണ്? ബിസി ലൈഫ്, വളരെ ബിസി ആയിട്ടുള്ള ലൈഫായിരിക്കും. അതുപോലെ അവിടെ എല്ലാ എൻ്റർടൈൻമെൻറ്റിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സോ ദിസ് എൻ്റർടൈൻമെൻറ്റ് ആർ ദ ഹാൾമാർക്സ് ഓഫ് അർബൻ ലൈഫ്. ഓക്കെ, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഒരു അർബൻ ലൈഫ് ഉള്ള സിവിലൈസേഷൻസ് ആയിരുന്നു. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. അവിടെ ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിരിക്കും. മജോറിറ്റി പീപ്പിൾ ഏൺ ദെയർ ലൈവ്ലിഹുഡ് ത്രൂ നോൺ അഗ്രേറിയൻ ആക്ടിവിറ്റീസ്, ന്യൂ ഓക്യുപ്പേഷൻസ്, ക്രാഫ്റ്റ്, ട്രേഡ്, എക്സെട്ര. ട്രേഡേഴ്സ് ഒക്കെ അല്ലേ കൂടുതലും ഈ അർബൻ ഏരിയയിൽ താമസിക്കുക അല്ലേ, കച്ചവടക്കാരും ബിസിനസ്സുകാരും ഒക്കെയാണ്. ഓക്കെ, പിന്നെ വൈഡ് സ്ട്രീറ്റ്, പബ്ലിക് ബിൽഡിംഗ്, ബെറ്റർ ഫെസിലിറ്റി, ബിസി ലൈഫ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, ഇതൊക്കെ ഇന്നത്തെ അർബൻ ലൈഫ് പോലെ തന്നെയായിരുന്നു അന്നും. ഈ പ്രത്യേകതകളൊക്കെ ഈ ബ്രോൺസ് ഏജ് റീജിയൻസിനുണ്ടായിരുന്നു. ഇനി ഈ ബ്രോൺസ് ഉപയോഗിക്കുന്ന 4 പ്രധാനപ്പെട്ട സിവിലൈസേഷൻസ് ആണ് ലോകത്തുള്ളത്. ഓക്കെ, അതിൽ ഒന്നാമത്തേത് ഇന്ത്യയിലെ സിവിലൈസേഷനാണ്. അതിന് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും ഹാരപ്പൻ സിവിലൈസേഷൻസ് എന്നും പറയാറുണ്ട്. സോ ദിസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആൻഡ് ഹാരപ്പൻ സിവിലൈസേഷൻ ബോത്ത് ആർ സെയിം. ടെക്സ്റ്റിൽ ഹാരപ്പൻ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ടീച്ചറും ഹാരപ്പൻ ഇവിടെ തന്നിരിക്കുന്നത്. ഇൻഡസ് വാലി എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ബ്രോൺസ് ഏജ് സിവിലൈസേഷനാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ദെൻ അനദർ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ മെസപ്പൊട്ടോമിയൻ ഏരിയ, ഇറാൻ, ഇറാഖ് പോലുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന അന്ന് പഴയ ഒരു സിവിലൈസേഷനാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ദെൻ ഈജിപ്തിൽ കാണപ്പെട്ട സിവിലൈസേഷനാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ദെൻ ചൈനീസ് സിവിലൈസേഷൻ. These 4 civilizations were named as Bronze Age civilizations. Why? Because the people of Harappa, people of Mesopotamia, Egypt and China, they all used bronze tools and weapons. Okay, so these are the Bronze Age civilizations. Then, which were the cities of Harappan civilization? നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് ഒരൊറ്റ ബ്രോൺസ് ഏജ് സിവിലൈസേഷനെ പറ്റി കുറച്ച് പഠിക്കാനുണ്ട്. അതേതാണ്? നമ്മുടെ സ്വന്തം സിവിലൈസേഷൻ, ഇൻഡസ് വാലി ഓർ ഹാരപ്പൻ സിവിലൈസേഷൻ. ഏതൊക്കെയായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷനിലെ 3 സിറ്റികൾ? ഫസ്റ്റ് വൺ ഹാരപ്പ. ഹാരപ്പൻ സിവിലൈസേഷൻ ഈ പേര് കിട്ടാൻ തന്നെ കാരണം എന്താണ്? അവിടുത്തെ ഒരു സിറ്റിയാണ് ഹാരപ്പ. ഇൻഡസ് വാലി എന്നാണ് ശരിക്കും ഈ സിവിലൈസേഷൻ്റെ പേര്. പക്ഷേ ഈ സിവിലൈസേഷൻസിന്
അതിലെ ഒരു സിറ്റിയുടെ പേര് വെച്ചു പറയുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെയാണ് ഈ ഹാരപ്പ സിവിലൈസേഷനും നമ്മൾ ഇതിനെ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനിലെ ഒരു മെയിൻ സിറ്റിയാണ് ഹാരപ്പ. ദെൻ മോഹൻജദാരോ ആൻഡ് ലോത്തൽ. അതിൽ ഹാരപ്പയും മോഹൻജദാരോയും ഒക്കെ ഇന്ന് പാകിസ്ഥാനിലാണ്. ലോത്തൽ എന്ന് പറയുന്ന സ്ഥലം മാത്രമേ ഇന്ത്യയുടെ അതിർത്തിയിലുള്ളൂ. ഈ ലോത്തൽ എവിടെയായിട്ട് വരും? നമ്മുടെ ഗുജറാത്തിലായിട്ട് വരും ലോത്തൽ. ഹാരപ്പ മോഹൻജദാരോ ഒക്കെ ആ കാലത്ത് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ 1947 ഇന്ത്യയുടെ പാർട്ടീഷൻ നടക്കുകയും പാകിസ്ഥാൻ രൂപീകരിക്കുകയും ചെയ്തപ്പോൾ ഹാരപ്പയും മോഹൻജദാരോയും ഒക്കെ ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തേക്ക് പോയി. എങ്കിലും ഈ സിവിലൈസേഷൻ നമ്മൾ പറയുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന പഴയ ഇന്ത്യയാണ് ഉദ്ദേശിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 3 സിറ്റികളുടെയും പേര് പറയാം: ഹാരപ്പ, മോഹൻജദാരോ, ലോത്തൽ. ഓക്കെ. Harappan civilization is called the first urban civilization in Indian history. Characteristic features of Harappan civilization. ഇന്ത്യയിലെ ഒന്നാമത്തെ അർബൻ സിവിലൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു സംശയമില്ലാതെ എഴുതിക്കോ: ഹാരപ്പൻ സിവിലൈസേഷൻ ഓർ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, എന്തൊക്കെയായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഫീച്ചേഴ്സ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, വെൽ പ്ലാൻഡ് സിറ്റീസ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അവരുടെ സിറ്റികളൊക്കെ വെൽ പ്ലാൻഡ് ആയിരുന്നു. അല്ലാതെ നമ്മുടെ ഇന്നത്തെ സിറ്റികൾ പോലെ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഇഷ്ടമുള്ള പോലൊക്കെ അവിടെ ഇവിടെ എല്ലാം കെട്ടിടം ഉണ്ടാക്കി വെക്കുക, അങ്ങനെയൊന്നും അല്ലായിരുന്നു. വെൽ പ്ലാൻഡ്. എവിടെ വീട് വെക്കണം, എവിടെ പബ്ലിക് ബിൽഡിങ്സ് വേണം, അത് ഏത് ഷേപ്പിൽ വേണം, ഏത് സ്ഥലത്ത് പണിയണം, അവരുടെ റോഡ് എങ്ങനെ വേണം, ഇങ്ങനെയുള്ള വളരെ പ്ലാനിങ്ങോടുകൂടിയുള്ളൊരു സിറ്റിയായിരുന്നു ഹാരപ്പൻ സിറ്റി. ദെൻ ഗ്രേറ്റ് ബാത്ത്, അവർക്കൊരു വലിയ കുളം ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ 8 നിങ്ങൾ പഠിച്ചതാണ്. അവർക്കൊരു വലിയ ഗ്രാനറി ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു അവർ ഗ്രാനറി ഉപയോഗിക്കുന്നത്? ഗ്രാനറി, ദേ യൂസ്ഡ് ഗ്രാനറി ഫോർ സ്റ്റോറിങ് ഗ്രെയിൻസ്. അവരുടെ ഈ ഹാർവസ്റ്റ് സമയത്ത് ഗ്രെയിൻസ് കൂടുതൽ കിട്ടും, അത് ഈ ഗ്രാനറിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിരുന്നു. അതൊരു പബ്ലിക് ബിൽഡിംഗ് ആയിരുന്നു. അവർക്ക് ഗ്രെയിൻസ് ഇല്ലാത്ത സമയത്ത് ഇവിടുന്ന് അത് സപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പോൾ ഗ്രാനറി. ദെൻ ഹൗസസ്, ധാരാളം വീടുകൾ, ചുട്ട ഇഷ്ടികൊണ്ട് പണിത വീടുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ട്രീറ്റ് എല്ലാം വളരെ വെൽ പ്ലാൻഡ് ആയിരുന്നു. ദെൻ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഒരു ഡ്രെയിനേജ് സിസ്റ്റം അവർക്കുണ്ടായിരുന്നു. മലിനജലത്തെ ഓരോ വീടുകളിൽ നിന്നും കൊണ്ടുവരാനും അതിനെ ഒരു പൊതു ഡ്രെയിനേജിലേക്ക് കൊണ്ടുവന്ന് അതിനെ നഗരത്തിന് വെളിയിലേക്ക് അത് വേസ്റ്റ് വാട്ടർ കളയുന്ന ഒരു പ്രത്യേക സിസ്റ്റം തന്നെ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുക? ഡ്രെയിനേജ് സിസ്റ്റം. ദെൻ ക്രാഫ്റ്റ്, ധാരാളം ഒരു ഡാൻസിങ് ഗേളിൻ്റെ ഒരു സ്റ്റാച്യു ഒക്കെ നമുക്ക് ഈ എക്സ്കവേഷനിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നല്ല ക്രാഫ്റ്റ് ആയിരുന്നു, അല്ലേ? അതുപോലെ സീലുകൾ, ഹാരപ്പയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അവരുടെ സീല്. അപ്പോൾ ഈ സീലെല്ലാം എന്ത് സൂചിപ്പിക്കുന്നു? ക്രാഫ്റ്റ്. ദെൻ ട്രേഡ്, ദേ ഹാവ് ട്രേഡ് റിലേഷൻ വിത്ത് അതർ നേഷൻസ് ഓൾസോ. റോം, ഗ്രീക്ക് റോം പോലുള്ള സ്ഥലങ്ങളുമായിട്ടും ഒക്കെ, അതുപോലെ മെസ്സപ്പൊട്ടോമിയയുമായിട്ട് നമ്മുടെ ഇറാൻ, ഇറാഖ് പോലുള്ള മെസ്സപ്പൊട്ടോമിയൻ സിറ്റികളുമായിട്ടും ഒക്കെ ഇവർക്ക് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ അതായത് ഫോറിൻ ട്രേഡും അതുപോലെ ഇന്ത്യൻ ട്രേഡും 2 തരത്തിലുള്ള ട്രേഡും ഹാരപ്പയിലുണ്ടായിരുന്നു. ഇതെല്ലാമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് ടീച്ചർ അധികം വിശദീകരിക്കുന്നില്ല. യു നോ ഓൾ ദിസ്. ഓക്കെ, ദെൻ നമ്മളിനിയും ഈ അയൺ ഏജിലേക്ക് കയറാൻ പോവുക. ഈ അയൺ ഏജിന് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പേരാണ് വേദിക് ഏജ്. അതായത് അയൺ എന്ന് പറയുന്ന മെറ്റല് ആളുകൾ കണ്ടുപിടിച്ചു. നമുക്കറിയാം ബ്രോൺസ് എന്ന് പറയുന്ന മെറ്റലിനും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കുറച്ച് ഹാർഡാണ്, ഡ്യൂറബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അതിനെ ഷേപ്പൊക്കെ ആക്കാം. ഓൾറെഡി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബട്ട് ദിസ് ബ്രോൺസ് ഓൾസോ ഹാവ് സർട്ടൻ നെഗറ്റീവ് ആസ്പെക്ട്സ്. ഇപ്പോൾ ടില്ലിങ് ദ സോയിൽ, കട്ടിങ് ദ ട്രീസ്, അങ്ങനെയുള്ള ഹാർഡായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ ബ്രോൺസ് പൊട്ടിപ്പോകും. ബ്രോൺസ് പെട്ടെന്ന് അത് ഈ യുട്ടൻസിൽസും ഓർണമെൻറ്റ്സും ഒക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. പക്ഷേ അത് വെപ്പൺസ് ഉണ്ടാക്കാനായിട്ട് ഇറ്റ് ഈസ് നോട്ട് വെരി സ്യൂട്ടബിൾ. സോ ആളുകൾ വീണ്ടും സെർച്ച് ചെയ്ത് അവരെന്ത് കണ്ടുപിടിച്ചു? അതിനേക്കാൾ ബെറ്ററായിട്ടുള്ളൊരു മെറ്റൽ കണ്ടുപിടിച്ചു. അതാണ് അയൺ. ഈ അയണ് അല്ലെങ്കിൽ ഇരുമ്പ്, ഈ അയണ് ഏജിനെയാണ് നമ്മൾ എന്ത് പേര് പറയുക? വേദിക് ഏജ്. ഇന്ത്യയിൽ വേദാസ് എഴുതപ്പെട്ട വേദങ്ങൾ കമ്പോസ് ചെയ്ത കാലഘട്ടമായിരുന്നു ഈ
1500 BC തൊട്ട് 600 BC, അതായത് BC തീരാൻ പോവുക, ഇനി നമ്മൾ AD പോവുക. അങ്ങനെ 1500 BC തൊട്ട് 600 BC വരെ, അതായത് ക്രിസ്തുവിനും മുമ്പ് 1500 തൊട്ട് 600 വരെയുള്ള കാലഘട്ടത്തിൽ കണ്ടുപിടിച്ച ഒരു മെറ്റലായിരുന്നു അയൺ. ഈ അയൺ ഉപയോഗിച്ച കാലത്ത് വേദങ്ങൾ എഴുതപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ അയൺ ഏജ് എന്ന് പറയാതെ എന്ത് പേരാണ് കൊടുത്തിരിക്കുക? നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് വേദിക് ഏജ്. ഓക്കെ, വേദങ്ങൾ എഴുതപ്പെട്ട കാലമെന്നാണ് ഇതിൻ്റെ അർത്ഥം. വിച്ച് ആർ ദ 2 ഡിവിഷൻസ് ഓഫ് വേദിക് ഏജ്? വേദിക് ഏജിനെ, വേദങ്ങൾ എഴുതപ്പെട്ട കാലത്തെ നമുക്ക് 2 സ്റ്റേജുകളായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ഏർലി വേദിക് ഏജ് ആൻഡ് സെക്കൻഡ് വൺ ലേറ്റർ വേദിക് പീരീഡ്. ഏർലി വേദിക് പീരീഡ് എന്നും ലേറ്റർ വേദിക് പീരീഡ് എന്നും നമുക്ക് ഈ വേദിക് പീരീഡിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്താണ് ഈ ഡിവിഷൻ്റെ ബേസ്? എന്താണ്? ഒന്നാമത് നമ്മൾ ഋഗ്വേദം എന്ന് പറയുന്ന വേദം എഴുതപ്പെട്ട കാലത്തെയാണ് ഏർലി വേദിക് പീരീഡ് എന്ന് പറയുക. ആ സമയത്ത് ഈ ആര്യന്മാരെ, അതായത് ഇവരെവിടുന്നാണ് ഈ ആര്യന്മാർ ഇന്ത്യയിലേക്ക് കയറി വന്നെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇവർ മിഡിൽ ഈസ്റ്റ് ഭാഗത്തു നിന്ന്, അതായത് ഈ പറയുന്ന മെസ്സപ്പൊട്ടോമിയ, അതുപോലെയുള്ള ഇറാൻ, ഇറാഖ്, പലസ്തീൻ പോലുള്ള പ്രദേശങ്ങളിൽ നിന്നും അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് സിന്ധു റിവർ ക്രോസ് ചെയ്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ വന്ന് താമസിച്ചു. ഇന്ന് പറഞ്ഞാൽ അത് കാശ്മീർ അല്ലെങ്കിൽ നമ്മുടെ ജമ്മു കാശ്മീർ അങ്ങനെയുള്ള ആ ഒരു നമ്മുടെ വെസ്റ്റേൺ പാർട്ടിൽ അല്ലേ, നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വന്ന് താമസിച്ചു. നോർത്ത് വെസ്റ്റ്, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് സിന്ധു റിവർ ക്രോസ് ചെയ്ത് വന്ന് കയറി അവർ ആ പ്രദേശങ്ങളിൽ താമസിച്ചു. ആ പ്രദേശങ്ങളെയാണ് സപ്ത സിന്ധു റീജിയൻ എന്ന് നമ്മൾ പറയുക. യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഓൾ ദീസ്, അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കാൻ പറയുന്നതേ ഉള്ളൂ. സപ്ത സിന്ധു പ്രദേശങ്ങളിൽ, അതായത് ജമ്മു കാശ്മീരിൻ്റെയൊക്കെ നമ്മുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വന്ന് ഇവർ താമസിച്ചു. ഈ ആര്യന്മാരുടെ ഒറിജിൻ എവിടെയാണ്? അവർ ഈ ഇറാൻ, ഇറാഖ്, ലെബനൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവരുടെ ഒറിജിൻ എന്ന് പറയുന്നു. അവർ 4 ഗ്രൂപ്പായിട്ട് തിരികുകയും ഒരു ഗ്രൂപ്പ് കിഴക്കോട്ട് യാത്ര ചെയ്യുകയും ഒരു ഗ്രൂപ്പ് പടിഞ്ഞാറ് യാത്ര ചെയ്യുകയും വേറൊരു ഗ്രൂപ്പ് സൗത്തിലേക്കും നോർത്തിലേക്കും പോവുകയും ചെയ്തു. അങ്ങനെ പോയ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പാണ് ഇവിടെ വന്ന് കയറുന്നത്, ഇന്ത്യയിൽ വന്ന് കയറുന്നത്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആര്യൻസ്. ഈ ആര്യന്മാർ ഋഗ്വേദം എഴുത കാലഘട്ടത്തെയാണ് നമ്മൾ ഏർലി വേദിക് പീരീഡ് എന്ന് പറയുന്നത്. അവരന്ന് താമസിക്കുന്നത് സപ്തസിന്ധുവിലായിരുന്നു. എന്നാൽ സപ്തസിന്ധുവിൽ അവരുടെ എണ്ണം വർദ്ധിക്കുകയും അവർക്ക് കൂടുതൽ പാസ്റ്ററൽ ലാൻഡ് ആവശ്യം വരികയും ചെയ്തപ്പോൾ അവർ ഗംഗാ സമുദ്രത്തിലേക്ക് നീങ്ങി ഗാംഗസ്റ്റിക് പ്ലെയിനിലേക്ക് അവരുടെ മൂവ് ചെയ്തു. അങ്ങനെ മാറി ഗാംഗസ്റ്റിക് പ്ലെയിനിൽ വന്ന് താമസിച്ച കാലമാണ് 2ാമത്തെ പീരീഡ് എന്ന് നമ്മൾ പറയുക, ലേറ്റർ വേദിക് പീരീഡ്. ഈ ലേറ്റർ വേദിക് പീരീഡിലാണ് അവർ മറ്റു വേദങ്ങൾ എഴുതുന്നത്, സാമവേദ, യജുർവേദ, അഥർവവേദ. അപ്പോൾ വേദങ്ങൾ എത്രയുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. 4 വേദങ്ങൾ: ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. അപ്പോൾ ആദ്യത്തെ വേദമാണ് ഋഗ്വേദം. അത് എഴുതപ്പെട്ട കാലമാണ് ഏർലി വേദിക് പീരീഡ്. ദെൻ യജുർ, സാമ, അഥർവ വേദങ്ങൾ എഴുതപ്പെട്ട കാലമാണ് ലേറ്റർ വേദിക് പീരീഡ്. ഓക്കെ, അപ്പോൾ വേദിക് പീരീഡിനെ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? 2ആയിട്ട് തിരിക്കാം, ഏർലി വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്. ഓക്കെ, അപ്പോൾ ഇവരെ അയൺ ഏജ് ആകട്ടോ, അയൺ ഉപയോഗിച്ച കാലമാണ്. ഇനി നമുക്ക് ഈ 2 വേദിക് പീരീഡിനെ ഒന്ന് കമ്പയർ ചെയ്യണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിലും നോട്ട് ബുക്കിലും ഇത് എഴുതി പഠിച്ചോണം. ഈ ഒരു കമ്പാരിസൺ നമ്മുടെ ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ചോദിക്കും. കമ്പയർ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഏർലി വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്. പെട്ടെന്നൊന്ന് പഠിച്ചു വെക്കാം. ഏർലി വേദിക് പീരീഡിലും ലേറ്റർ വേദിക് പീരീഡിലും ആളുകളുടെ ലൈഫിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടായിരുന്നു? ഏർലി വേദിക് പീരീഡാണ് ടീച്ചർ ആദ്യം പറയുന്നത്. ലേറ്റർ വേദിക് പീരീഡ് നമുക്ക് 2ാമത് പറയാം. സപ്ത സിന്ധു റീജിയനിലായിരുന്നു അവർ താമസിക്കുന്നത്. അവർ പസ്റ്റോറൽ ഇക്കോണമി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? കന്നുകാലികളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ജോലി. അല്ലാതെ അധികം കൃഷിയല്ല, പസ്റ്റോറൽ ലൈഫ്, നൊമാഡിക് ലൈഫായിരുന്നു. സെമി നൊമാഡ്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, പക്ഷേ സെറ്റിൽഡ് ലൈഫ് അല്ല. അവരുടെ കന്നുകാലികൾക്ക് അവർക്ക് ആടുകളൊക്കെ ഉണ്ട്. ഈ ആടിനൊക്കെ എന്താണ് പുൽപ്പുറങ്ങൾ തേടി അവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ സെമി നൊമാഡ്സ്. കമ്പാരിറ്റീവ്ലി ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് ഫോർ വിമൻ. ഏർലി വേദിക് പീരീഡിൽ വിമൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഹൈ ആയിരുന്നു. സ്ത്രീകൾക്കായിരുന്നു കുടുംബത്ത് നല്ല സ്ഥാനം. ദ ഫോറസ്റ്റ് വാസ് ക്ലിയർഡ് ആൻഡ് ബേൺ ഫോർ അഗ്രികൾച്ചർ. അവർ ഫോറസ്റ്റ് ക്ലിയർ ചെയ്യുകയും അവർക്ക് അയൺ ഇംപ്ലിമെൻറ്റ്സ് ഉണ്ടല്ലോ, ക്ലിയർ ചെയ്യുകയും അത് ബേൺ ചെയ്ത് കളഞ്ഞിട്ട് അവിടെ അഗ്രികൾച്ചർ തുടങ്ങും.
ഫോറസ്റ്റ് വെട്ടിത്തെളിച്ച് അത് കത്തിച്ച് അവിടെ അഗ്രികൾച്ചർ ചെയ്തിരുന്നു. സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് മെനി ട്രൈബ്സ്. അവർ ട്രൈബൽസ് ആയിട്ടാണ് ജീവിച്ചിരുന്നത്, ഗോത്രങ്ങളായിരുന്നു. സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് മെനി ട്രൈബ്സ്. ദ യാഗാസ് വെർ വെരി സിമ്പിൾ ആൻഡ് ഡൺ ബൈ ഹെഡ് ഓഫ് ദ ഫാമിലി. അന്നത്തെ യാഗങ്ങൾ, യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂജകളൊക്കെ വളരെ സിമ്പിളായിരുന്നു. സിമ്പിൾ പൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഫലങ്ങളും പുഷ്പങ്ങളും ഒക്കെ ഉപയോഗിച്ചുള്ള സിമ്പിളായിട്ടുള്ള പൂജകളായിരുന്നു. അതാരാണ് ചെയ്യുക? സ്പെഷ്യൽ ആൾക്കാരൊന്നുമില്ല, പൂജാരിയൊന്നുമില്ല. ഹെഡ് ഓഫ് ദ ഫാമിലി, കുടുംബത്തിൻ്റെ നാഥനാണ് പൂജകളൊക്കെ ചെയ്യുക. ഓക്കെ, അത് വളരെ സിമ്പിളായിരുന്നു. നാച്ചുറൽ ഫോഴ്സസ് വെയർ വർഷിപ്പ്. അവർ നാച്ചുറൽ ഫോഴ്സസിനെ വർഷിപ്പ് ചെയ്തിരുന്നു. ഏതൊക്കെയാണ് സാധാരണഗതിയിൽ നാച്ചുറൽ ഫോഴ്സസിനെ വർഷിപ്പ് ചെയ്യുന്നത്? നമ്മുടെ സൂര്യൻ, ചന്ദ്രൻ, വെള്ളം, അതുപോലെ മരങ്ങളെ, ട്രീസിനെ അവർ വർഷിപ്പ് ചെയ്യും. അതുപോലെ സ്നേക്സ്, അതുപോലെ നേച്ചറിൽ അവർ കാണുന്ന, അവരെ ഭീതിപ്പെടുത്തിയ, അവരെ ഭയപ്പെടുത്തിയ എല്ലാ ശക്തികളെയും അവർ വർഷിപ്പ് ചെയ്തിരുന്നു. സിമ്പിളായിരുന്നു, യാഗങ്ങളൊക്കെ സിമ്പിളായിരുന്നു. ഇറ്റ് ഈസ് ഡൺ ബൈ ഹെഡ് ഓഫ് ദ ഫാമിലി. ഓക്കെ, അങ്ങനെ വളരെ സിമ്പിൾ ലൈഫ് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ഏർലി വേദിക് പീരീഡ്. ബട്ട് ലേറ്റർ വേദിക് പീരീഡ് എക്സ്റ്റെൻഡ് അപ് ടു ഗാംഗസ്റ്റിക് പ്ലെയിൻ. അവർ ഗാംഗസ്റ്റിക് പ്ലെയിനിലേക്ക് മാറിയ കാലമാണ് ലേറ്റർ വേദിക് പീരീഡ്. അഗ്രികൾച്ചർ വാസ് ഗിവൺ ഇമ്പോർട്ടൻസ്. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് വിട്ടു, എന്നിട്ട് അഗ്രികൾച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇനി നൊമാഡിക് ലൈഫ് വിട്ടു, സെറ്റിൽഡ് ലൈഫായി. സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് വിമൻ അത് ഡിക്ലൈൻ ചെയ്തു പോയി. ഈ സോഷ്യൽ സ്റ്റാറ്റസ് പെണ്ണുങ്ങളുടെ പോയിട്ട് മെൻ കൂടുതൽ സ്റ്റാറ്റസിലേക്ക് വന്നു. ഇവർ അയൺ ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ വർണ്ണ സിസ്റ്റം ബിക്കം സ്ട്രോങ്. എന്താണ് ഈ വർണ്ണ സിസ്റ്റം? ചാതുർവർണ്ണ്യം എന്ന് പറയും. അതായത് ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്ര എന്ന 4 വിഭാഗങ്ങളായിട്ട് സൊസൈറ്റി അങ്ങ് തിരിഞ്ഞു. അതിലേറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ബ്രാഹ്മിൻസ്, രണ്ടാമത്തെ ടോപ്പ് എന്ന് പറയുന്നത് ക്ഷത്രിയാസ്, അവർ രാജാക്കന്മാരൊക്കെ ആയിരിക്കും. ദെൻ വൈശ്യാസ് എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചറും ട്രേഡും ചെയ്യുന്ന ഒരു വൈശ്യാസ്. ഇനി ശൂദ്രാസ് എന്ന് പറയുന്നത് സ്ലേവ്സ് ആണ്, സ്ലേവ്സ്. ഇങ്ങനെ വർണ്ണ സിസ്റ്റം സ്ട്രോങ് ആയത് ലേറ്റർ വേദിക് പീരീഡിലാണ്. യാഗ ബിക്കം മോർ കോംപ്ലിക്കേറ്റഡ് ആൻഡ് എക്സ്പെൻസീവ്. പൂജകളും യാഗങ്ങളും വളരെ കോംപ്ലിക്കേറ്റഡ് ആയി. അവർ മൃഗബലിയും ഒക്കെ തുടങ്ങി. മൃഗങ്ങളെയൊക്കെ വെട്ടി ദൈവത്തിന് കൊടുക്കാൻ തുടങ്ങി. നേരത്തെ ഞാൻ പറഞ്ഞു ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ആയിരുന്നു ഉപയോഗിക്കുന്നത്. ഇപ്പം മൃഗബലിയൊക്കെ തുടങ്ങി, അല്ലേ? സാക്രിഫൈസ് ഓഫ് ആനിമൽസ് ഒക്കെ ആരംഭിച്ചു. ഇറ്റ് ബിക്കം വെരി കോംപ്ലിക്കേറ്റഡ് ആൻഡ് എക്സ്പെൻസീവ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എക്സ്പെൻസീവായി, അല്ലേ? നല്ല ചിലവുള്ളതായി യാഗങ്ങൾ. ദ യാഗാസ് ബിക്കം പ്രിവിലേജ് ഓഫ് പർട്ടിക്കുലർ ഗ്രൂപ്പ്. യാഗം ചെയ്യാനായിട്ട് ഹെഡ് ഓഫ് ദ ഫാമിലി അല്ല, ബട്ട് പൂജാരീസ്, ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് യാഗങ്ങൾ ചെയ്യാൻ തുടങ്ങി. ന്യൂ ഡേറ്റീസ് കെയിം ടു ബി വർഷിപ്പ്. പുതിയ ഡേറ്റുകൾ അവർക്കുണ്ടായി. നാച്ചുറൽ ഫോഴ്സസിനെ വർഷിപ്പ് ചെയ്യുകയായിരുന്നു പണ്ടത്തെ രീതി. ഇപ്പോൾ അവർക്ക് ദേവന്മാരുണ്ടായി. അതായത് വരുണ, പിന്നെ രാമ, അങ്ങനെയൊക്കെയുള്ള ദേവന്മാരുണ്ടായി. ബിഗിനിങ് ഓഫ് വേരിയസ് ക്രാഫ്റ്റ്. അവർ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ തുടങ്ങി, അല്ലേ? അവർ പിന്നെ അഗ്രികൾച്ചർ തുടങ്ങിയപ്പോൾ അവർക്ക് റെസ്റ്റ് ചെയ്യാൻ സമയം കിട്ടി. സോ ദേ സ്റ്റാർട്ടഡ് സോ മെനി ക്രാഫ്റ്റ് വർക്ക്. ഓക്കെ, ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഏർലി വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്. ഇത് നന്നായിട്ട് സ്റ്റഡി ചെയ്തോണം. നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും 3 വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. 3 വീഡിയോയും കണ്ടു പഠിക്കുക. ഇനി അടുത്ത ദിവസം മുതൽ നമ്മുടെ ജോഗ്രഫി, അതായത് SS2-ൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും നമുക്ക് ക്ലാസ് ഉണ്ടാവുക. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.